താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമും കിട്ടുന്ന ഒരു വീട്, അതും 60 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. കാരണം അങ്ങനെയുള്ള വീടുകൾ നമുക്ക് കിട്ടാനില്ല. നമുക്കറിയാം 3 ബെഡ്റൂമിന്റെ വീടുകളിലെല്ലാം തന്നെ താഴെ 1 ബെഡ്റൂമേ കിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ കാണുന്ന വീട്ടിൽ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമും ആണ് കിട്ടുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമിന്റെ ഒരു വീട് 60 ലക്ഷം രൂപയ്ക്ക് ചെയ്തിരിക്കുന്നത്. സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാലയ്ക്ക് അടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും വെറും 1.8 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.9 കിലോമീറ്ററും കളക്ടറേറ്റിലേക്ക് 11 കിലോമീറ്ററും, ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 18 കിലോമീറ്റർ, ആലുവയിലേക്ക് 17 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ ചോദിക്കും തൃപ്പൂണിത്തുറയിലേക്ക് വെറും 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്കാണെങ്കിൽ 26 കിലോമീറ്ററും. നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വീടുകളാണ്. 15ഓളം വില്ലകൾ വരുന്ന എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായി. 1-2 വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ ഇപ്പോൾ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ മെറ്റൽ ഷിപ്പുകളാണ്. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ ടൈലിങ്ങോ അതുപോലെ ടാറിങ്ങോ ഒക്കെ വരുന്നത്. എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിന്റെ കൂടി നമുക്ക് ബ്രിക്ക് മോഡൽ ടൈലിന്റെ വർക്കും കൂടെ വന്നപ്പോഴാണ് വീട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് വർക്കുകൾ നടക്കുകയാണ്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. വൈറ്റ് കളർ പെയിന്റും ജിയുടെ ആ ഒരു പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കിടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഇവിടെ എല്ലാം തന്നെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് കാർ പാർക്കിങ്ങിനായിട്ട് 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇങ്ങനെയും ഒരു കാർ, അവിടെയും ഒരു കാർ, 2 കാറുകൾക്കുള്ള വലിയൊരു സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സിനൊക്കെ ആയിട്ട് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ കിണർ വെള്ളമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് ഒന്ന് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. കാർ ഇട്ടാൽ പോലും നമുക്ക് വീണ്ടും സ്പേസ് നടക്കാനായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് കിച്ചന്റെ ഡോറൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെയും നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പ് വിരിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസുമാണ് ഏരിയ വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെയും നല്ല സ്പേസ് ഉണ്ട്. മെറ്റൽ ചിപ്പ് തന്നെയാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെ നടന്ന് നമ്മൾ നേരെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. 1-2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ചെറിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ട് 2 പീസ് ആയിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് സ്പേസ് ഇതാണ്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 18 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസും ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുവാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ചെറിയ വിൻഡോ കൂടി കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് വരുന്നത്. നല്ല വലിയ സ്പേസ് തന്നെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 11 അടി നീളവും 10 അടി വീതിയുമാണ്. നമുക്കൊരു 7-8 പേർക്ക് ഇരിക്കാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ റൂഫിന്റെ അവിടേക്ക് നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇടാനുള്ള ആ ഒരു വർക്കുകൾ മാത്രമാണ് ഇവിടെ ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയയാണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വുഡനായിട്ട് തന്നെയാണ് ഔട്ട് ഫ്രെയിം ഒക്കെ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ. താഴെയൊക്കെ നോക്കിയാലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് നോക്കാം. നമ്മൾ ഡൈനിങ് സ്പേസ് കണ്ടു. അതിനടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഡോർ വെച്ചിട്ട് ഗ്ലാസിലും വുഡിലും ഒക്കെ ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നല്ല ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. 4 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളാണ്. ബ്ലൂ കളറിലാണ് കബോർഡുകൾ കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻസും നമുക്ക് അവിടെ കാണാം. റൂഫിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്.
നമുക്കൊരു ഡോറ് കാണാം. തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. അവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. സാധാരണ കാണുന്ന 3 ബെഡ്റൂം വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഗ്രേ കളറാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ചെറിയടെയാണ്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂമാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസും എയർ ഹോൾ ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ തന്നെയാണ് ടൈലുകൾ വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ചെറിയടെയാണ്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും എയർ ഹോൾ ഫെസിലിറ്റി മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി ഞാൻ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കിവിടെ ആദ്യം കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. വലിയൊരു സ്പേസ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മളത് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. വലിയൊരു സ്പേസ് തന്നെ നമുക്കൊരു ടെറസ് ആയിട്ട് കിട്ടുന്നുണ്ട്. തിരിച്ച് വീണ്ടും നമ്മൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിൽ വരുന്ന സമയത്ത് താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് ഫൈനൽ ആയിട്ട് 3rd ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നമുക്ക് കുറച്ച് LED ലൈറ്റുകൾ കൂടെ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അതും കൂടെയാണ് ഇനി കംപ്ലീഷൻ വരാനുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ടൈലുകൾ വരുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് നമുക്ക് കാണാനുള്ളത്. 2 വിൻഡോസിന്റെ മിഡിലായിട്ടാണ് ബാൽക്കണിയുടെ ഡോറ് വരുന്നത്. കുറച്ച് പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നതെല്ലാം ഓപ്പൺ സ്പേസ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നോക്കുമ്പോൾ കാണാം പല വീടുകളിലെ ആളുകൾ താമസമായി. 1-2 വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാലയ്ക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്നുണ്ട്. ഏകദേശം മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായതാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. എടുത്തു പറയേണ്ടത് താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമും ആണ് വരുന്നത്. 60 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ഈ ഒരു വീട് മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാവുന്നതാണ്. ലോൺ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഈ വീട് എടുക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും, ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം 2 ബെഡ്റൂമുകൾ താഴെ വരുന്ന വീടുകൾ 60 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ ലെക്കാണ്. ഇതുപോലുള്ള വീടുകൾക്കായിട്ട് ആളുകൾ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നോളൂ. മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.